ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് വിളക്ക് പറയാട്ടോ. അപ്പം അവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അതായത് എണ്ണപ്പനകളുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. അതിലെങ്ങനെയാണ് പോയി നോക്കിയാലോ? അപ്പൊ പോവാം. ഉണ്ടോ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്ന പറഞ്ഞാൽ വിളക്ക് പാറ എണ്ണപ്പന എസ്റ്റേറ്റില്ല കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോ എന്തോ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തോന്ന് പോയി നോക്കിയേക്കാം അല്ലേ? അപ്പൊ പോയി നോക്കാം. ഒറ്റ പോണം. പക്ഷെ അവിടെ ചെന്ന് പാമ്പ് താണ്ട ഇവിടെ ഒരു പാമ്പ് ചത്ത് കിടപ്പുണ്ട്. അതിന്റെയാണ് ആ സ്മെല്ല് വന്നത്. നമുക്ക് നോക്കാം അല്ലേ? നല്ല നീളമുള്ള പാമ്പൊന്നും മൊത്തം ഈച്ചയാ. അങ്ങോട്ട് പോണ്ട. ഇനിയും പാമ്പ് കാണാൻ ചാൻസ് ഉണ്ട്. പാമ്പ് ചത്ത് കിടക്കുന്നുണ്ട്. അത് പക്ഷെ എങ്ങനെ ചത്തയെന്ന് അറിയത്തുന്നത്. നല്ല നീളമുള്ള പാമ്പാ. അപ്പൊ ഈ എസ്റ്റേറ്റിനകത്ത് ഇനിയും പാമ്പ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒട്ടും സേഫ് അല്ല. അപ്പൊ നമുക്ക് മേളിലോട്ട് കയറി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ? നല്ല വലിപ്പമുള്ള പാമ്പാ ചത്ത് കിടക്കുന്നത്. അത് എങ്ങനെയാ ചത്തയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ വെള്ളത്തിന്റെ സൈഡിലായിട്ട് ചത്ത് കിടക്കും. ഫുള്ള് ഈച്ച. നമുക്ക് അതിന്റെ അടുത്തോട്ട് പോയി പറ്റാത്ത രീതിക്ക് ഫുള്ള് ഈച്ച കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കയറാം അല്ലേ? അപ്പൊ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ എണ്ണപ്പന കാണുന്നത് കേട്ടോ. എണ്ണപ്പന കാണുന്നതും എണ്ണപ്പന എസ്റ്റേറ്റ് വരുന്നതും ആദ്യമായിട്ടാണ്. അപ്പം ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ്. സൈലന്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ്. അപ്പം എണ്ണ എങ്ങനെ എടുക്കുന്ന അറിയാമോ? കാരണം ഇത് കണക്കത്തെ ഒരു കായ്ന്ന എണ്ണ വരുന്നത് കേട്ടോ. എണ്ണപ്പന എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ കായ്ന്നായിരിക്കും എണ്ണ അവർ എടുക്കുന്നത്. അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇത് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇതിൽ നിന്നാണ് അവർ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ചിലർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കഴിക്കാനൊക്കെ കൊള്ളാവുന്ന കാര്യം. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കിത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ കളയാം. ലൈഫിൽ അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ എണ്ണപ്പന എസ്റ്റേറ്റ് വരുന്നത് കേട്ടോ. എസ്റ്റേറ്റ് വരുന്നത് എണ്ണപ്പന നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് കാണുന്നത്. ഇങ്ങനെ തൊട്ട് കാണാൻ പറ്റുന്ന ആദ്യമായിട്ടാണ്. പിന്നെന്താ, നല്ല രസമുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ചെറിയൊരു നീറോറവുണ്ട് കേട്ടോ. നീരോറവ. അത് അവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നതായിരിക്കാം. ചെറിയ വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ എണ്ണപ്പനയെ ഇങ്ങനെ മൊത്തത്തിൽ ഒഴുകി പോകുന്ന രീതിയാണ്. എവിടെ തുടക്കമൊന്നും അറിയില്ല. എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഫുള്ള് നെഗറ്റീവ് വൈബാണ്. മൊത്തം പാമ്പ് ചത്തിറക്കുന്ന കണ്ട്, മൊത്തം ഈച്ച കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മാറി നിന്നിട്ട് നമുക്ക് സംസാരിക്കാൻ വെച്ചാട്ടോ ബാക്കിയുള്ള. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടുന്ന് നെഗറ്റീവ് എനർജിയാണ്. അവിടുന്ന് കുറച്ച് മാറി നമ്മൾ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണപ്പനയുടെ കൊല ഒന്ന് നോക്കിയാലോ? കൊല കണ്ട് ഇവിടെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. കാണിച്ചാലോ? ബാ, ഇതാണ് എണ്ണപ്പനയുടെ കൊല. എടുക്കാൻ ഭയങ്കര പാടാ കേട്ടോ. നല്ല വെയിറ്റാ. കണ്ട് ഇതാണ് സംഭവം. അയ്യോ, ഇതിനകത്ത് കാവിച്ചായിരിക്കും അവര് പനയിൽ എണ്ണ എടുക്കുന്നത്, എണ്ണയാക്കുന്നത്. ഈ കാ മൊത്തത്തിൽ കൊണ്ട് ഉണക്കി പൊടിച്ചായിരിക്കും. ഉണക്കി പൊടിച്ചാന്നോ എന്താ സംഭവം കൃത്യതല്ല. അറിയാതെ കമന്റ് ചെയ്യും. ഈ സാധനം സത്യം പറഞ്ഞാൽ ഈന്തപ്പഴത്തിന് കണക്ക് തന്നെ സിമിലർ ആട്ടോ. ഈന്തപ്പഴം എങ്ങനെ ഒരു ഇതിനകത്ത് നിൽക്കും, അത് കണക്ക് തന്നെ ആയിരിക്കും ഇതിന്റെ കൊലയും. കറക്റ്റ് ഈന്തപ്പഴം എന്ന് പറയത്തുള്ളൂ. കണ്ട് ഈ കാ കണ്ടില്ലേ? പക്ഷെ ഈന്തപ്പഴം അല്ല, എണ്ണപ്പനയുടെ കായാണ്. അപ്പം ഇഷ്ടപ്പെടുന്നത് മാത്രം കഴിക്കുക. അല്ലാത്തൊരു വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കി കണ്ടൊക്കെ കഴിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ പാം ഓയിലിന്റെ ടേസ്റ്റ് ആയിരിക്കും. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പാം ഓയിലിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നായിരിക്കും നമ്മൾ പാം ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഞാൻ അറിയുന്നത് പുതിയൊരു അറിയാം. ഇതിൽ നിന്നാണ് പാം ഓയിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനകത്ത് ചെറിയ കുളവും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതിനകത്ത് ചെറിയ മീനും എല്ലാം ഉണ്ട്. മാനത്തണ്ണയുണ്ട്, ടൈഗർ ഫിഷ് ഉണ്ട്, എല്ലാ മീനും ഉണ്ട്. എല്ലാം കുറെ നേരമായിട്ട് നമ്മൾ വാച്ച് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ പുള്ളിക്കാരും അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതോ പോന്നു. ഇത്ര നേരം നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ എന്തോ സംഭവം അറിയത്തില്ല. ഇപ്പൊ പയ്യെ പോകുന്നതാണ്. പിന്നെ നോക്കുന്നുണ്ട് അവിടെ. അപ്പൊ അടുത്താള് നോക്കുന്നു. അപ്പുറത്ത് കണ്ടോ? ഇതാണ്ടോ ഫുള്ള് കാര്യങ്ങളാ. ഇതൊക്കെ എടുക്കുന്നവരൊക്കെ നോക്കി കണ്ടൊക്കെ എടുത്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. എണ്ണപ്പനയുടെ തന്നെ തടിയായിരിക്കും. അതെന്തോ എഴുതിയിട്ടുണ്ടോ? ഉമേഷോ? ഉമ്മേഫ? ആരുടെ കണ്ടൊക്കെ പ്രേമം തോന്നുന്നു കേട്ടോ.
മേഫ ഉഗ്രേഷോ ഉറേഷോ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഉറേഷ്. അതെനിക്ക് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട് ഉമേഷ്. ഇതൊക്കെ പ്രേമത്തിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. മൊത്തം മുള്ളാടേ. ഇതെങ്ങനെ ബാറ്റായിട്ട് ഒമ്പത് ഉപയോഗിക്കും? എവിടെ പിടിക്കും? ഇതിന് വെട്ടിയാളുടെ പേരല്ലായിരിക്കും ഉമേഷ്. എവിടെ ആണെങ്കിലും ഉമേഷ് തിരിച്ചു വരൂ. ബാറ്റ് എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഉമേഷിന്റെ ബാറ്റ് എൻ്റെ കൈ. പാവ ഉമേഷ് ഇതെല്ലാം അറിയുന്നുണ്ടോ എന്തോ. ആ ഉമേഷിന്റെ ബാറ്റ് നമുക്ക് ഇവിടെ സൂക്ഷിച്ചു വെക്കാം. ഇവിടെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇതിനകത്തൊന്നും ചാരി വെച്ചല്ലോ. ഇങ്ങോട്ട് വെച്ചേക്കാം എന്തായാലും. ഉമേഷ് ചേട്ടൻ ബാറ്റ് കണ്ട് ഇവിടെ സേഫാണ്. ഓഹോ പോവാം. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് ക്യാമ്പ് അടിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പൊ ഇതിനകത്ത് ക്യാമ്പ് അടിച്ച് എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയില്ല. നൈറ്റ് ഫുള്ള് നമ്മൾ ഇവിടെ സ്റ്റേ അടിക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം നിന്ന സ്ഥലത്തെക്കാളിലും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന സ്ഥലമായിരിക്കും. അതിനേക്കാളിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. ചുറ്റും നോക്കുമ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ്. റോഡ് സൈഡാണ്. പിന്നെ ക്യാമ്പിങ്ങിന് പറ്റിയ ഏരിയ ആണ്. ഒക്കെ നല്ല അടിപൊളി വൈബുള്ള സ്ഥലം. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാല്ലേ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഹിഡൻ വെള്ളച്ചാട്ടം കേട്ടോ. കറന്ന് ചുറ്റി 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 ലാസ്റ്റ് നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി. പോയി നോക്കാം ബാ. ഈ വെള്ളച്ചാട്ടത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കിടന്ന് കറങ്ങിയത്. കറങ്ങി 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 ഉപ്പെടുന്നു. വെള്ളമൊക്കെ കുറവ് കേട്ടോ. റോഡിൽ കൂടെ വന്നിട്ട് അമ്മച്ചിയെ പിടിച്ച് നമ്മൾ ചോദിച്ച് വഴി എവിടാന്ന്. ലാസ്റ്റ് അമ്മച്ചി പറഞ്ഞ് ഈ വീടിന്റെ തൊട്ടപ്പുറത്താണ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ സൗണ്ട് കേട്ട് ലാസ്റ്റ് കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് വെള്ളം കുറവാണ്. ആണെങ്കിൽ കാലും കൈ കഴിയുമ്പോ കാണിച്ചു കൊടുക്കാം വെള്ളച്ചാട്ടം. കൊള്ളടാ, നല്ല തണുത്ത വെള്ളം. സൂപ്പർ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ച് ആശ്വാസം. പക്ഷെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം അമ്മച്ചി കണ്ടുപിടിച്ച് തന്നില്ലേ. താങ്ക്സ് ടു അമ്മച്ചി. അടിപൊളിയല്ലേ, സൂപ്പർ. ഇനി കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. ക്ഷീണിച്ചു പോയി. പക്ഷെ നമ്മളപ്പം തോർത്തോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുളിക്കാനോ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് സൈഡിൽ ഇരുന്ന് കാഴ്ച കാണാനും പറ്റത്തുള്ളൂ. കാലൊക്കെ നനയ്ക്കാം, മുഖമൊക്കെ കഴുകാം, അതേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും തോർത്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. മാക്സിമം ഇറങ്ങാൻ നോക്കത്തുള്ളൂ. ഇപ്പോൾ വെള്ളം കുറവാ, മൊത്തം പാറയാണ്. അത് നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല. കൊണ്ടുവരാൻ ഞാൻ എന്തായാലും കാര്യവും. അപ്പോൾ അടുത്ത പ്രാവശ്യം വെള്ളമുള്ള സമയത്ത് തന്നെ നമ്മൾ നോക്കി ഇറങ്ങുന്നതായിരിക്കും. ഇവിടെ ഫുള്ള് കുപ്പിച്ചില് കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഇറങ്ങാനൊക്കെ ഡേഞ്ചറാണ്. നോക്കിയും കണ്ട് ഇറങ്ങിയില്ലെങ്കിൽ പണിയാവും. കാല് നമ്മൾ ചെരുപ്പൊന്നും ഇല്ലാതെ ഇറങ്ങുന്നത്. അപ്പം നോക്കി ഇറങ്ങാം. അപ്പം ഇനി നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആവാം അല്ലേ. ഈ മല കാണാൻ നമുക്ക് പാറക്കൂടെ ഒക്കെ കയറാൻ പോയാണ്. നമുക്ക് നോക്കാം, നമുക്ക് കയറാം. അപ്പൊ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഐലറ വാട്ടർഫാൾസ് എന്ന് പറയും. അപ്പം ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇത്രയും കാണാനുള്ളൂ. വെള്ളമുള്ള ടൈമിൽ വരുവാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന അമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി ഒരു വെള്ളച്ചാട്ടവും ഉണ്ട്. ഈ വെള്ളച്ചാട്ടം ചെറിയ വെള്ളച്ചാട്ടമാണ്. നമുക്ക് വലിയ വെള്ളച്ചാട്ടത്തിൽ പോകാനുണ്ട്. വെള്ളം കുറവാണ്, വേനലാണ്, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. എന്നാലും നമുക്ക് പോയി നോക്കാം. ആണ് തീർന്നു. ഇനി നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറി പോകണം. വണ്ടി നമുക്ക് തൽക്കാലം ഇങ്ങോട്ടാണോ ഒതുക്കാം. അയലായി നമുക്ക് നല്ലതായിരുന്നു. ഒന്ന് ചുറ്റി ചുറ്റി ചുറ്റിച്ചേ നാണക്കേട്. വാ, ഇനിയും കയറാൻ ഇഷ്ടം പോലെ. ഇതാണ് നമ്മുടെ ഹിഡൻ സ്പോട്ട്. ഇതിനകത്ത് വേണം കയറിപ്പോയി.
പാറയാണല്ലോ, ഇത് നല്ല പാറ, അങ്ങ് മണ്ട കയറിക്കൊണ്ട് വരും. അല്പം സാഹസികം, കമൺ ഇതിനകത്തൊക്കെ കയറിപ്പോണം. കയറാൻ പറ്റുമോ നിനക്ക്? ഞാൻ ചടിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ നിരപ്പിൽ വാട്ടർഫാൾസ് കേട്ടോ. ഇവിടെയും വെള്ളം കുറവാണ്, കാണാൻ അധികം ഒന്നുമില്ല, പാറയും പാറക്കെട്ടൊക്കെയാണ്. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ഈ ചുറ്റും നമ്മളിപ്പോൾ നിൽക്കുന്നതും വെള്ളത്തിലായിരുന്നു തന്നെ, പക്ഷെ വെള്ളം കുറവാണ്, നല്ല രീതിയിൽ കുറവാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി പോലും വെള്ളം പാറ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. വരുമ്പോൾ എല്ലാവരും നല്ല വെള്ളമുള്ള ടൈമിൽ വരിക, നമുക്ക് കാണാൻ അടിപൊളിയായിരിക്കും. മഴ സമയത്തോ അല്ലെങ്കിൽ നല്ല വെള്ളച്ചാട്ടമുള്ള ടൈമിൽ വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വന്നത് വേലിനായതുകൊണ്ട് വെള്ളച്ചാട്ടം കുറവാണ്, വെള്ളം കുറവാണ്. അപ്പോൾ പാറയിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ച് ആസ്വദിച്ചൊക്കെ പോവാം. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം മാക്സിമം നേരത്തെ വന്ന് ആസ്വദിക്കാൻ നോക്കുക. കാരണം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ ഫ്രീയാണ്. പിന്നെ ആകുമ്പോഴത്തേക്ക് ടോക്കൺ ആവും, പേയ്മെൻറ്റ് കൊടുത്തിട്ടേ കയറാൻ പറ്റത്തുള്ളൂ. കുളിക്കണമെങ്കിൽ പോലും നമ്മൾ ടോക്കൺ കൊടുത്തിട്ട് കയറേണ്ടി വരും. ഇപ്പോൾ എല്ലാവരും വരിക, ആസ്വദിക്കുക. ഇപ്പോൾ വെള്ളം കുറവാണ്, വെള്ളമുള്ള ടൈമിൽ ഒന്ന് ആസ്വദിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.